അങ്ങനെ ഇത്തവണത്തെ വെക്കേഷൻ യാത്ര ഒന്ന് കൂർഗ് വരെ പെട്ടെന്ന് പോയി വന്നാലോ? ഇൻവെൻട്രി അരണ്യ എന്ന് പറഞ്ഞ ഒരു റിസോർട്ട് ആൻഡ് സ്പാ എന്നുള്ളൊരു പ്രോപ്പർട്ടിയിലാണ് കേട്ടോ ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രോപ്പർട്ടിയിൽ എവിടെ നോക്കിയാലും ഭയങ്കര ഗ്രീനറി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അത്രയും മരങ്ങളും ചെടികളൊക്കെ ആയിട്ട് നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്കൊരു കോട്ടേജ് ആയിട്ടും പൂൾ വില്ല ആയിട്ടും ഉണ്ട് കേട്ടോ. ഞാനിവിടെ പൂൾ വില്ലയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വെരി പ്രൈവസിയിലാണ് കേട്ടോ ഇവർ ഈ ഒരു പൂൾ വില്ല സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫാമിലിയുടെ കൂടെയും കപ്പിൾസൊക്കെ ആയിട്ടെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് വെരി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയും കൂടെയാണ്. ഓൺലൈൻ ത്രൂ ആണ് ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിൽ തന്നെ ഈ ഒരു പൂൾ വില്ല ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാൻ ഓൺലൈൻ ത്രൂ ആണ് കേട്ടോ ഈ ഒരു പൂൾ വില്ല ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നല്ലൊരു ഓഫർ പ്രൈസിൽ തന്നെ എനിക്ക് ഒരു പൂൾ വില്ല കിട്ടിയിട്ടുണ്ടായിരുന്നു. റൂമിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇവിടെ ഡെക്കർ ചെയ്ത കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് വൺ നമ്മൾ റൂമിലേക്ക് വരുമ്പോൾ തന്നെ വലിയൊരു മിറർ ഉണ്ടാവും, ഒരു സോഫ, അതുപോലെ തന്നെ കുറച്ച് കോഫി പോട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് നെസസറി ആയിട്ട് വേണ്ടത് ഇവിടുത്തെ ടോയ്ലറ്റ് ആണ് ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. വാർഡ്രോബ് നമുക്ക് ടോയ്ലറ്റിൻ്റെ അകത്ത് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സാൻഡൽ ചപ്പൽ ഉണ്ടാവും നമുക്ക് റൂമിൽ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ നല്ല ഭംഗിയിലൊരു മിറർ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടൊരു വാഷിംഗ് ഏരിയയാണ്. ഇവിടെ നമുക്ക് നെസസറി ആയിട്ട് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ടോയ്ലറ്ററീസും ഉണ്ട്. അതുപോലെ തന്നെ ഹെയർ ഡ്രയർ ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു മിററും കൂടി ഉണ്ട്. നല്ല നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ബാത്റൂം തന്നെയാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ റോബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉൾവില്ലി അല്ലാതെ ഒരു ഡീലക്സ് റൂമിങ്ങിന്റെ സെക്ഷനും ഉണ്ട്. അതുപോലെ തന്നെ ഒരു കോട്ടേജിങ് ഏരിയ ഉണ്ട് കേട്ടോ, കോട്ടേജസ് ആയിട്ടുള്ളത്. അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഇത്ര പെട്ടെന്ന് എങ്ങനെ പോകുന്നുള്ളത് അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും. ഇപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ കുട്ടികളുടെ കൂടെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. അവർക്കും അവരുടെ മൂഡ് ഒന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട്, അവർക്ക് റിലാക്സിങ് ആവാൻ വേണ്ടിയിട്ടും കൂടെ നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് ഈ ഒരു പ്രോപ്പർട്ടി തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടത് വലിയൊരു ഇൻഫിനിറ്റി പൂളാണ്. നമ്മൾ പൂൾ വില്ല എടുത്തുകൊണ്ട് നമ്മൾ പിന്നെ നോർമലി ഉള്ള പൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഇവരുടെ തന്നെ റെസ്റ്റോറൻറ്റും കൂടി ഉണ്ട് കേട്ടോ അതിനകത്ത് തന്നെ. നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡായിരുന്നു അവിടെ. ഞങ്ങൾ 3 നേരം നല്ല വെറൈറ്റി ഫുഡാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓരോ ഭാഗത്തും എത്രത്തോളം ഭംഗിയാക്കാം എന്നുള്ള രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു കോട്ടേജ് റൂമാണ് കേട്ടോ. ഇതും നമ്മളുടെ പൂൾ വില്ലയുടെ സെയിം ക്വാളിറ്റിയിൽ തന്നെ എല്ലാവിധ കാര്യങ്ങളും നമുക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടാണ്. ഇവിടെ ചെറിയൊരു ബാൽക്കണിയുടെ പോർഷൻ വന്നിട്ടുണ്ട്. ഇനി രാവിലത്തെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലവർക്ക് ചിലപ്പോൾ ഫുഡിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെട്ടോളന്നില്ല. പക്ഷേ ഇതൊരു സൗത്ത് ഇന്ത്യൻ ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒരുപാട് ഇഷ്ടമായി. ഞാൻ വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ കോട്ടേജ് വന്നിട്ട് ഈ ഒരു മോഡലിലാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും എല്ലാം താഴെ മെൻഷൻ ചെയ്യാം. ഈ ഒരു വെക്കേഷനിൽ എന്തായാലും ഇവിടെ ഒരു ദിവസമെങ്കിലും സ്റ്റേ ചെയ്ത് നോക്കൂ കേട്ടോ.